ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ പുതിയ OP ബ്ലോക്കിൽ 4ാം നില നിർമ്മിക്കുന്നതിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുൻകൈയെടുത്ത് 1 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചിട്ടും നഗരസഭ അറിഞ്ഞില്ലെന്ന് ആക്ഷേപം. പൊർത്തുശ്ശേരി കണ്ടാരന്തറ മൈതാനിയിൽ സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദത്തിനിടയിലായിരുന്നു ആശുപത്രി വികസനത്തിനായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ CSR ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ചതായും അതിന്റെ നിർമ്മാണം ആരംഭിച്ചതായും സുരേഷ് ഗോപി അറിയിച്ചത്. എന്നാൽ അവിടെയുണ്ടായിരുന്ന കൗൺസിലർമാരടക്കമുള്ളവർക്ക് ഇതൊരു പുതിയ അറിവായിരുന്നു. തങ്ങളാരും ഇതറിഞ്ഞിട്ടില്ലെന്ന് കൗൺസിലർമാർ പറഞ്ഞപ്പോൾ അത് പിന്നീട് അറിയിക്കേണ്ടവർ അറിയിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ഇതോടെയാണ് വിഷയം ചർച്ചയാവുന്നത്. നഗരസഭയുടെ അധീനതയിലുള്ള ആശുപത്രിയിൽ ഇത്തരമൊരു ഫണ്ട് അനുവദിച്ച കാര്യം അറിയിച്ചിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അറിയിച്ചത്. ആശുപത്രി വികസനത്തിനായി CSR ഫണ്ടിൽ നിന്നും 1 കോടി ലഭിച്ചത് നല്ല കാര്യമാണെങ്കിലും അത് നഗരസഭ അറിഞ്ഞില്ലെന്നത് അംഗീകരിക്കാനാകില്ലെന്നും ആശുപത്രി സൂപ്രണ്ടിൽ നിന്നും വിശദീകരണം ചോദിക്കണമെന്നും ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ആശുപത്രിയുടെ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് നഗരസഭയാണെന്നും ഇത്തരം കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ മാത്രം തീരുമാനിച്ച് നടപ്പിലാക്കേണ്ടതല്ലെന്നും കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ ആശുപത്രി സൂപ്രണ്ടിൽ നിന്നും വിശദീകരണം തേടിയ ശേഷം കൗൺസിൽ യോഗത്തെ അറിയിക്കാമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. അതേസമയം MP ഫണ്ടല്ല 1 കോടിയെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ CSR ഫണ്ടിൽ നിന്നുള്ളതാണെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസൻ പറഞ്ഞു. ഇതുവരെ ഫണ്ട് ലഭിച്ചിട്ടില്ല. ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ്. 4ാം നിലയിലെ ചുമരുകൾ പണിത് പ്ലാസ്റ്റർ ചെയ്യുക, ചുമരുകളിലും നിലത്തും ടൈൽ വിരിക്കുക, ബാത്റൂം നിർമ്മാണം പൂർത്തിയാക്കൽ, ടൈലിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയാണ് 1 കോടി രൂപ കൊണ്ട് നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പൈലറ്റ് വർക്ക് കാണണമെന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ടോയ്ലറ്റ് ടൈലിംഗ് നടത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഫണ്ട് പാസ്സായതിനു ശേഷം എല്ലാവരെയും അറിയിക്കാനാണ് ഉദ്ദേശിച്ചതെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു.